ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുടിക്കാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും കൂടെ സൂപ്പറാണ്. സേമിയ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കഴിക്കാനും കുടിക്കാനും പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് അല്പം നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നട്ട്സിൻ്റെ കൂടെ ഉണക്കമുന്തിരി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അല്പം കശുവണ്ടിയും അതുപോലെ തന്നെ കുറച്ച് പിസ്തയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കശുവണ്ടിയൊക്കെ ഒന്ന് ചെറുതായി വറുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 കപ്പ് വരുന്ന അളവിൽ സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ എടുക്കുമ്പോൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ വെള്ള കളറോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രൗൺ കളറോ വേണമെങ്കിൽ എടുക്കാം. പിന്നെ വളരെ കനം കുറഞ്ഞിട്ടുള്ള സേമിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ ഇച്ചിരി സുഖമാണ്, കുറച്ച് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്, കഴിക്കാൻ കിട്ടുമ്പം. അപ്പം നിങ്ങൾ ഇപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെർമിസെല്ലിയുടെ കനം കുറഞ്ഞതൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് മേടിക്കാൻ നോക്കുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പായസമൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ വെർമിസെല്ലി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ കരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലോട്ടൊക്കെ മാറ്റി ഈ ഒരു രീതിക്ക് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്, ആ സേമിയ നെയ്യിൽ കിടന്ന് മൂത്തതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയയും നട്ട്സൊക്കെ ഇവിടെ റെഡിയാണ്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെക്കുക. ഞാൻ അതേ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇച്ചിരി നെയ്യുടെ ഒക്കെ ഒരു മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/4 ലിറ്റർ, 1 ലിറ്റർ തികച്ചില്ല, 1/4 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ ഇനി പാൽ ഇതൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് 1 മിനിറ്റ് സമയം എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ പാലൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഒത്തിരി ഞാൻ ചേർത്തിട്ടില്ല, പെട്ടെന്ന് അങ്ങ് മട്ടച്ചു പോയില്ലേ. അപ്പം പിന്നെ അതുമല്ല, മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. നിങ്ങൾക്കിതൊരു 4-5 ടേബിൾ സ്പൂൺ വരെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതാ ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നാരൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഇത് ഇച്ചിരി തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാലൊക്കെ ഇതാ ചെറുതായിട്ട് തിളച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ, നട്ട്സ് അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇടയ്ക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ സേമിയ ഇങ്ങനെ കട്ട പിടിക്കാൻ ഒരുമിച്ച് ഇങ്ങനെ കട്ട കുത്തിയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഞാൻ അവിടെ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കസ്റ്റർഡിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് കസ്റ്റർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ള കളർ നോക്കണ്ട, നമുക്കതിനകത്ത് പാല് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് മഞ്ഞ കളറാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന പാല് നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് അതിൽ നിന്നൊരു കുറച്ച് ഒരു 1/4 കപ്പ് വരുന്ന അളവിലുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി വേറൊരു പാലെടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ നിന്ന് ഇച്ചിരി കോരി ഇതിലേക്ക് മാറ്റി ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റർഡ് ക്രീമൊക്കെ അല്ലെങ്കിൽ കസ്റ്റർഡിൻ്റെ ആ ഒരു പൊടി മിക്സ് ചെയ്തത് ഇതേപോലെ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുക. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്തുനിന്ന് കാണുന്ന തരിതരികൾ നമ്മുടെ പാലിലത്തെ നട്ട്സാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാല് കണ്ടോ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ആ ഒരു കസ്റ്റർഡ് കലക്കാൻ പോയ നേരം കൊണ്ട് നമ്മുടെ ഈ ഒരു സേമിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സേമിയയുടെ വേവ് എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാ പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് സേമിയ ഏകദേശം ഒന്ന് വെന്തിട്ടേ ഉള്ളൂ, കുറച്ച് നേരം കൂടെ ഒന്ന് വേവേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ഒരു ഇതാണ് കേട്ടോ സേമിയയുടെ ആ ഒരു വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഞങ്ങൾക്ക് ഈ ഒരു വേവ് ഇവിടെ കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് ചിലവർക്ക് അതങ്ങനെ ഭയങ്കരമായിട്ട് വെന്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ അല്പസമയം കൂടെ എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, ആ മിക്സ് ചെയ്തിരിക്കുന്നത്, അത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കസ്റ്റർഡ് ചിലപ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ പാത്രത്തിൻ്റെ കട്ട പിടിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാൻ ആണെന്നുണ്ടെങ്കിലും ലോ ഫ്ലെയിമിലോട്ട് ഇടാൻ മറന്നേക്കരുത്.
ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കസ്റ്റർഡ് കുറുകി പെട്ടെന്ന് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ കസ്റ്റർഡ് ഒഴിച്ച് ഇങ്ങനെ കുറുക്കി കണ്ടത് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് അല്പം കൂടെ ഒരു 1/4 കപ്പും കൂടെ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായിട്ടിരിക്കും. ശരിക്കും ഇങ്ങനെ നല്ല കീറൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള കീറെന്നാണ് പറയുക, റൈസ് കീറൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇച്ചിരി കുടിക്കാനും കൂടെ വേണമല്ലോ. അപ്പോൾ അത് കണക്കിലാക്കിയിട്ട് ഞാൻ കുറച്ചും കൂടെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഇതൊന്ന് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. ഇതൊരു കസ്റ്റർഡിൻ്റെ പോലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഫ്രിഡ്ജിനകത്ത് ഞാൻ 1/2 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അതാ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇച്ചിരി ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ പാല് ചേർക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് തിക്കായി പോകട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു 1/2 കപ്പും കൂടെ പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണ്, കാരണം നമ്മളിപ്പോൾ പാൽ ആഡ് ചെയ്തുല്ലോ, മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഇതൊരു ഡ്രിങ്കിങ്, ഇത് കുടിക്കാനും കഴിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നും ചേർത്തിട്ട് ഞാൻ കൊളാക്കുന്നില്ല. വളരെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 ഫ്രൂട്ട്സ് ചേർത്താൽ മതിയാവും. കാരണം എങ്കിലാണ് നമുക്ക് ആ സേമിയയുടെ ഒക്കെ ടേസ്റ്റ് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിനകത്തോട്ട് അല്പം മാതള നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം, അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ഇങ്ങനെ ഈ ഒരു കസ്റ്റർഡിനകത്ത് കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത്, ഇനി നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ഇച്ചിരി വാനില എസൻസ് ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഞങ്ങൾക്ക് കസ്റ്റർഡിൻ്റെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഞാൻ അല്പം മുന്തിരി, അത് പച്ച കളറുള്ള മുന്തിരിയും ചേർത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സൂപ്പർ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. നല്ല എന്താ പറയുക, നമുക്ക് ഇതൊന്ന് കുടിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒപ്പം തന്നെ കഴിക്കാനും പറ്റും. അറിയാമല്ലോ, ഇതൊരു ഫ്രൂട്ട് സാലഡിൻ്റെ പോലെ തന്നെയാണ്, ഒരു കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ പോലെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ സേമിയ പായസമൊക്കെ കഴിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഇത് കഴിക്കുന്നത്. സേമിയ പായസത്തിനകത്ത് കസ്റ്റർഡിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു കൊച്ചു സൂത്രം കൂടെ, നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുൻപ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം, അത് ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ്, ഐസ്ക്രീമാണ് ശരിക്കും സ്യൂട്ടാവുന്നത്. പക്ഷെ ഇവിടെ സ്ട്രോബെറി ഐസ്ക്രീം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ വാനില ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം മാതള നാരങ്ങയൊക്കെ ഭംഗിക്കൊക്കെ വേണ്ടി വെച്ച് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലേക്സ് ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലൊക്കെ അതൊക്കെ എക്സ്ട്രാ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നോക്കിക്കേ, വളരെ തിക്കായിട്ടുള്ള, വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, കുടിക്കാനും കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കാം. നമ്മളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.